ഹായ് ഫ്രണ്ട്സ്, പ്രപഞ്ച യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സിഗർട്ട് പാൻറ്റ് അളവ് വെച്ച് ഞങ്ങൾക്ക് സിഗർട്ട് പാൻറ്റ് കട്ട് ചെയ്യാമെന്നുള്ളത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ തന്നെ ഇത് 2 മീറ്റർ നല്ല തുണിയാണ്. 2 മീറ്റർ തുണിയുണ്ട്. ഇത് അളവ് പാൻറ്റ്. ഇത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് ഈ തുണി ഇങ്ങനെ നിവർത്തിയിടാം. ഇങ്ങനെ നിവർത്തിയിട്ട ശേഷം ആദ്യം ഇതുപോലെ രണ്ടായിട്ട് മടക്കാം. രണ്ടായിട്ട് മടക്കി വീണ്ടും നമുക്കിത് രണ്ടായിട്ട് മടക്കാം. ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക. ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. അപ്പം ഈ സൈഡാണ് നമ്മൾ ഓപ്പൺ ആക്കി, 2 സൈഡ് ഓപ്പൺ ആക്കി എടുക്കുന്ന സൈഡാണ്. അപ്പം ഇവിടെ കറക്റ്റായിട്ടല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ 4ആയിട്ട് ഇങ്ങനെ മടക്കി ഇട്ടേക്കുന്നത്. നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കറക്റ്റായിട്ട് ഈ 2 പീസും ഒരുപോലെ ഇതുപോലെ മടക്കിയിടുക. അതിന് ശേഷം നമ്മൾ അളവ് പിടിക്കുന്നത് ഇതാണ് അളവ് പാൻറ്റ്. ഈ പാൻറ്റിൻ്റെ അളവ് പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ നിവർത്തിയിടുക. നിവർത്തിയിട്ട ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ അരവണ്ണം പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇലാസ്റ്റിക് ഇട്ടേക്കുന്നതുകൊണ്ട് പറ്റത്തില്ല. അതിന് നമ്മൾ ഈ തൊടവണ്ണത്തിൻ്റെ ഈ ഭാഗത്ത് ഇതിങ്ങനെ ചോരി നിവർത്തിയിടുക. നിവർത്തിയിട്ട ശേഷം ഇതുപോലെ വലിച്ച് നിവർത്തുക. നിവർത്തിയിട്ട ശേഷം നമുക്കിതിൻ്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അളവാണ് ഇങ്ങനെ നോക്കുമ്പോൾ 17 ഇഞ്ചുണ്ട്. ഇതാണ് 17 ഇഞ്ചാണ് നമ്മുടെ യഥാർത്ഥ അളവ്. ഈ അളവ് തന്നെയാണ് ഇവിടെ നമ്മുടെ അരവണ്ണത്തിനും എടുക്കുന്ന അളവ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവിടെ നിന്നാണ്, ഈ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഓപ്പൺ വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് ഇത് ലെവൽ കറക്റ്റായിട്ട് ആകാത്തതുകൊണ്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടി ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഇവിടുന്ന് കറക്റ്റ് 3 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഇവിടെയും 3 ഇഞ്ച് അടയാളപ്പെടുത്തി മൊത്തം 3 ഇഞ്ചായിട്ട് അടയാളപ്പെടുത്തുക. നമുക്ക് നേരെ വരച്ചെടുക്കാം. ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ഇവിടുത്തെ വണ്ണം, തൊടവണ്ണം വന്ന് 17 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ കട്ട് ഈ സൈഡ് ഭാഗം സിഗർട്ട് പാൻറ്റ് ആയതുകൊണ്ട് ഈ സൈഡ് നമ്മൾ സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വരും. അതുകൊണ്ട് നമുക്കൊരു 17.5 ഇഞ്ച് എടുക്കാം. 17.5 ഇഞ്ച് ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടി 17.5 ഇഞ്ച് എടുക്കാം. 17.5 ഇഞ്ച്. ഇനി നമ്മുടെ ഇതിൻ്റെ ഇവിടുത്തെ ക്രോച്ച് ഭാഗമാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ നോക്കണം. ഇവിടെ ഈ ഇലാസ്റ്റിക് പിടിപ്പിച്ചങ്ങനെ ഇവിടെ വെക്കണം. ഇവിടെ വെച്ച് കറക്റ്റ് നമുക്കിത് വരുന്നത് 16.5 ഇഞ്ച്. 16.5 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നേരെ 16.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നമുക്ക് എടുത്തിരിക്കുന്നത്
17 ഇഞ്ച്, അതേ 17 ഇഞ്ച് താഴെ ഇവിടെ അടയാളപ്പെടുത്തുക. 17 ഇഞ്ച് നമുക്ക് ഇത് തമ്മിൽ യോജിപ്പിക്കാം. യോജിപ്പിച്ചെടുത്ത് അതിനുശേഷം ഇവിടെ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. അത് നേരെ ഇതിലേക്ക് മുട്ടിച്ച ശേഷം ഇതിങ്ങനെ വളച്ചെടുക്കാം, വളച്ച് വരയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇറക്കമാണ്. ഇറക്കം നമുക്ക് ഇതാണ് ഈ ഇലാസ്റ്റിക്കിൻ്റെ വെച്ചേക്കുന്നതിൻ്റെ താഴെ നിന്നാണ് നമുക്ക് ഇറക്കം പിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇറക്കം വന്ന് ഇതിങ്ങനെ ഇട്ട ശേഷം ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് വെച്ച് ഇറക്കം പിടിക്കാം. ഇതിറക്കം വന്നേക്കുന്നത് 38 ഇഞ്ചാണ്. 38 ഇഞ്ച് ഈ ഇലാസ്റ്റിക്കിൻ്റെ ഇവിടെ നിന്നാണ് പിടിക്കേണ്ടത്. ഇല്ല മുകളിൽ നിന്നല്ല പിടിക്കേണ്ടത്, ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് ഇങ്ങനെ പിടിക്കേണ്ടത്. അപ്പോൾ 38 ഇഞ്ച്. അപ്പം നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് ഈ അടയാളപ്പെടുത്തിയില്ലേ 3 ഇഞ്ച് ഇലാസ്റ്റിക്കിന് അടയാളപ്പെടുത്തിയതിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് 38 ഇഞ്ച് അടയാളപ്പെടുത്തേണ്ടത്. കറക്റ്റ് 38 ഇഞ്ചും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ ഇതിന് ഒട്ടും കട്ട് ചെയ്ത് കളയാനായിട്ട് ഇല്ല. ഇനി നമുക്ക് എടുക്കേണ്ടത് ഈ താഴ്ഭാഗത്തെ വീതിയാണ്, കാലിൻ്റെ വീതി. അതും ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് നേരെ പിടിക്കുക. 11 ഇഞ്ച്, 11 ഇഞ്ചും അടയാളപ്പെടുത്തണം. 11 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ നമ്മൾ ഇച്ചിരി തയ്യൽ തുമ്പ്, ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വെട്ട് പാൻറ്റിനുള്ള സിഗർട്ട് പാൻറ്റ് വെട്ടുണ്ട്. അതിന് വേണ്ടിയാണ് ഒരു 1/4 ഇഞ്ചും കൂടെ നീട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നില്ലേ, ഇതുകൊണ്ട് ഇതുപോലെ ഒരു ഓപ്പൺ വശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇത് 10.5 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ചിൻ്റെ കൂട്ടി ഒരു 1/2 ഇഞ്ച് കൂട്ടി 11 ഇഞ്ച് തന്നെ എടുക്കണം. 11 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടുന്ന് നേരെ ഇതേപോലെ അടയാളപ്പെടുത്തുക. ഇത് ഫ്രണ്ടും ബാക്കും ഒരുപോലെയുള്ള സിഗർട്ട് പാൻറ്റിൻ്റെ കട്ട് പീസാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇവിടെ നമ്മൾ ചെയ്തിട്ടായിരുന്നല്ലോ ഇലാസ്റ്റിക്കിന് വേണ്ടി 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ 3 ഇഞ്ച് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് നേരെ ഈ വരയായിട്ട് മുകളിലോട്ട് യോജിപ്പിക്കണം. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നതല്ല, ഇത് നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. അതുകൊണ്ട് കട്ട് ചെയ്ത് മാറ്റുന്നില്ല. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് ആദ്യം കട്ട് ചെയ്ത് വരാം. കറക്റ്റ് ലെവലൊക്കെ ആയിരിക്കണേ. അപ്പോൾ ഈ ഭാഗത്ത് കട്ട് ചെയ്ത് വരാം. ഇവിടെ കൊണ്ട് നിർത്തി ഇവിടെ കൊണ്ട് നിർത്തിയ ശേഷം ഇത് നമുക്കിതുപോലെ തന്നെ ഇവിടെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നേരെ മുകളിലോട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത ശേഷം
കട്ട് ചെയ്തല്ലോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ താഴ്ഭാഗത്തുനിന്ന് ഈ 2 പീസ് ഓപ്പണാണ്. ഈ സൈഡ് ഓപ്പണാണ്, ഈ സൈഡ് ഓപ്പൺ. അതാണ് സിഗരറ്റ് പാനിൻ്റെ മോഡൽ. അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ച് കട്ട് ചെയ്ത് മാറ്റാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ കറക്റ്റ് ഒപ്പത്തിന് രണ്ടും ഒരുപോലെ തന്നെ ആയിരിക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗരറ്റ് പാനിൻ്റെ കട്ടിങ്. ഇനി ഇത് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.